ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണത്തെ സിവിൽ സർവീസ് പ്രിലിംസിൽ ജോഗ്രഫിയിൽ പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. പ്ലേസസ് ഇൻ ന്യൂസിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പോർട്ടാണ്. സബാങ് പോർട്ട് എന്നാണ് ആ പോർട്ടിന്റെ പേര്, സബാങ് പോർട്ട്. ഇപ്പൊ പ്ലേസസ് ഇൻ ന്യൂസിൽ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് സബാങ് പോർട്ട്. അപ്പൊ ഇത് ഇന്ത്യയിലുള്ള ഒരു പോർട്ടല്ല, ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു പോർട്ടാണ്. അപ്പൊ നമുക്ക് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് എക്കണോമിക്കലി ആൻഡ് മിലിറ്ററി നീഡ്സിന് ഉപയോഗപ്പെടുത്താവുന്ന ഒരു പോർട്ടാണ് സബാങ് പോർട്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് ന്യൂസ് വന്നിരുന്നു, ആ ന്യൂസ് നമുക്കൊന്ന് നോക്കാം. India and Indonesia have recently concluded a joint feasibility study on the development of the Sabang port. അപ്പോൾ ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്നിട്ട് ഈ സബാങ് പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീസിബിലിറ്റി സ്റ്റഡി, അതായത് സബാങ് പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ജോയിന്റ്ലി നടത്തിയെന്നാണ് പറയുക. അപ്പോൾ ഈ ന്യൂസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം കണക്ട് ചെയ്യാൻ പറ്റും. സബാങ് പോർട്ട് എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലുള്ള ഒരു പോർട്ടാണ്. ഒബ്വിയസ്ലി അങ്ങനെ തന്നെ ആവണം. അപ്പോൾ സബാങ് പോർട്ട് സിറ്റുവേറ്റഡ് ഇൻ ദ പ്രൊവിൻസ് ഓഫ് ഏസ്, ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലെ ഏസ് എന്ന് പറയുന്ന പ്രൊവിൻസിലുള്ള ഒരു പോർട്ടാണ്. ഞാനിതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് സബാങ് പോർട്ടിന്റെ ലൊക്കേഷൻ. അപ്പം നിങ്ങൾ ആ ലൊക്കേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അറ്റ്ലസ് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, നോട്ട് ചെയ്ത് പഠിക്കുകയും വേണം. ആൻഡ് ദിസ് സബാങ് പോർട്ട് ഈസ് അപ്രോക്സിമേറ്റ്ലി 700 കിലോമീറ്റർ എവേ ഫ്രം ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. അപ്പൊ ഇന്ത്യൻ ടെറിട്ടറിയുടെ പാർട്ടായിട്ടുള്ള ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിൽ നിന്ന് അപ്രോക്സിമേറ്റ്ലി 700 കിലോമീറ്റർ മാത്രമേ ഈ സബാങ് പോർട്ടിലേക്കുള്ളൂ. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് തന്നെ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു പോർട്ടാണ്. അപ്പൊ ഇതിന് മറ്റ് ചില പ്രത്യേകതകളും കൂടിയുണ്ട്. ഇറ്റ്സ് ജോഗ്രഫിക്കൽ പൊസിഷൻ ഗ്രാൻസ് ഇന്ത്യ ഈസിയർ ആക്സസ് ടു ദ മലാക്ക സ്ട്രെയിറ്റ്. അപ്പൊ നിങ്ങൾ ഈ സബാങ് പോർട്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ മലാക്ക സ്ട്രെയിറ്റിനെ കുറിച്ച് കൂടി കൂടുതലായിട്ട് ഒന്ന് ഡ്രില്ല് ചെയ്ത് പോകാനായിട്ട്, പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. കാരണം മലാക്ക സ്ട്രെയിറ്റ് ഒക്കെ UPSCയുടെ എപ്പോഴും ഓൾ ടൈം ഫേവറേറ്റ് എന്താ പറയുന്ന ഏരിയ ആണെന്ന് മനസ്സിലാക്കുക. പലതവണ മലാക്ക സ്ട്രെയിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ജോഗ്രഫിക്കൽ പൊസിഷൻ വെച്ച് ഇറ്റ് ഗ്രാൻസ് ഇന്ത്യ ഈസിയർ ആക്സസ് ടു ദ മലാക്ക സ്ട്രെയിറ്റ് വിച്ച് സെർവ്സ് ആസ് എ വൈറ്റൽ മാരിടൈം ട്രേഡിംഗ് റൂട്ട്. അപ്പോൾ ഗ്ലോബൽ ട്രേഡിങ്ങിന്റെ തന്നെ ഒരു വൈറ്റൽ പോർഷൻ നടക്കുന്ന ഈ മലാക്ക സ്ട്രെയിറ്റിലൂടെയാണ്. അപ്പൊ സബാങ് പോർട്ട് കിട്ടുന്നതോടുകൂടി നമുക്ക് മലാക്ക സ്ട്രെയിറ്റിലേക്കുള്ള ഒരു ഈസിയർ ആക്സസ് ആർക്ക് കിട്ടും? ഇന്ത്യക്ക് കിട്ടും എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. ദ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ മലാക്ക സ്ട്രെയിറ്റ്. ദിസ് മലാക്ക സ്ട്രെയിറ്റ് ഫെസിലിറ്റേറ്റ് എ സബ്സ്റ്റാൻഷ്യൽ ചങ്ക് ഓഫ് ഗ്ലോബൽ ട്രേഡ് ഇൻക്ലൂഡിംഗ് ചൈനാസ് എനർജി ഇമ്പോർട്ട്സ്. അപ്പൊ വേൾഡിലെ തന്നെ ഒരു വലിയ ട്രേഡ് നടക്കുന്നത് ഈ മലാക്ക സ്ട്രെയിറ്റിലൂടെയാണ്, ഇൻക്ലൂഡിംഗ് ചൈനാസ് എനർജി ഇമ്പോർട്ട്സ്. ചൈനയുടെ എനർജി ഇമ്പോർട്ടുകൾ നടക്കുന്നത്, ചൈനയിലേക്ക് എനർജി സെക്ടർ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ശ്രദ്ധിക്കുക, എനർജി ഇമ്പോർട്ട്സ് എന്നാണ് പറഞ്ഞത്, ഇമ്പോർട്ട്സ്, അത് മലാക്ക സ്ട്രെയിറ്റിലൂടെയാണ് വരിക. ദസ് the development of the Sabang port holds immense potential for India's economic and military interest. അപ്പോൾ എക്കണോമിക് ഇൻട്രസ്റ്റ് മാത്രമല്ല, മിലിറ്ററി ഇൻട്രസ്റ്റും ഉണ്ട് ഇന്ത്യക്ക് ഇത് കിട്ടുന്നതിലൂടെ. അപ്പൊ ഈ ചൈനയുടെ എനർജി ഇമ്പോർട്ട്സ് കൂടുതലായിട്ട് നടക്കുന്നത് ഈ മലാക്ക സ്ട്രെയിറ്റിലൂടെയാണ്. അപ്പൊ മലാക്ക സ്ട്രെയിറ്റിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ ആക്സസ് കിട്ടുന്ന ഒരു പോർട്ടാണ് സബാങ് പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യക്ക് എക്കണോമിക് സൈഡിലും അതുപോലെ തന്നെ മിലിറ്ററി സൈഡിലും ചില ഇൻട്രസ്റ്റുകൾ ഈ സ്റ്റേറ്റിന്റെ പുറത്ത് ഉണ്ട്. ദ സബാങ് പോർട്ട് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹോസ്റ്റിംഗ് വേരിയസ് ടൈപ്സ് ഓഫ് വെസൽസ്. ഇത് തന്നെയാണ് മറ്റൊരു മിലിറ്ററി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സബാങ് പോർട്ട് എന്ന് പറയുന്നത് പല ടൈപ്പ് വെസൽസിനെയും ഹോസ്റ്റ് ചെയ്യാൻ കഴിവുള്ള, പൊട്ടൻഷ്യൽ ഉള്ള ഒരു പോർട്ടാണ്, ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് വെസൽസ് ആൻഡ് സബ്മറൈൻസ് അടക്കമുള്ള വെസൽസിനെ ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പോർട്ടാണ് സബാങ് പോർട്ട്. ദിസ് ഒബ്സർവേഷൻ സ്പാർക്ക് സ്പെക്കുലേഷൻ അബൌട്ട് ദ പോർട്ട്സ് പൊട്ടൻഷ്യലി മിലിറ്ററി യൂസസ് ഫർദർ ആഡിംഗ് ടു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. അപ്പൊ മലാക്ക സ്ട്രെയിറ്റിലേക്ക് നമുക്ക് ഈസിയസ്റ്റ് ആക്സസ് കിട്ടുമെന്നുള്ള സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ
മിലിറ്ററി ഇൻട്രസ്റ്റിനും ഇത് കാരണമാണ്, അല്ലെങ്കിൽ മിലിറ്ററി ഇൻട്രസ്റ്റും ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം ഇതിന് പലതരത്തിലുള്ള വെസൽസിനെ ഇൻക്ലൂഡിങ് സബ്മറൈൻസിനെ ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പോർട്ടാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എക്കണോമിക് സൈഡും അതുപോലെ തന്നെ മിലിറ്ററി സൈഡിലും വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട് സബാങ് പോർട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്റർനാഷണൽ റിലേഷൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ ജോയിന്റ്ലി നടത്തിയ ഈ സബാങ് പോർട്ടിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. Aspire, enroll, achieve.